കള്ളനോട്ടിൽ ദാവൂദ് ബന്ധം കണ്ടെത്തിയ ACP വിക്രമന് IPS തിലകം. രാജ്യത്തെ കള്ളനോട്ടിടപാടിൽ രാജ്യാന്തര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധം കണ്ടെത്തുകയും കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ അഴിക്കുള്ളിലാക്കുകയും ചെയ്ത കുറ്റാന്വേഷണ മികവിൽ കേരള പോലീസിന്റെ അഭിമാനമായ SP V വിക്രമന് IPS തിലകം. നിലവിൽ തിരുവനന്തപുരം എക്സൈസ് വിജിലൻസ് SP ആണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ ചാലിയാർ മൊടവണ്ണ സ്വദേശിയായ വിക്രമന് IPS അനുവദിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. NIA-യിലും സംസ്ഥാന പോലീസിലുമായി രാജ്യത്തിന് അഭിമാനമായ അന്വേഷണ മികവിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അടക്കം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് വിക്രമൻ. കേരളത്തിലേക്ക് 1 കോടിയിലേറെ രൂപയുടെ കള്ളനോട്ട് കടത്തിയ കേസിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് കണ്ടെത്തിയ അന്വേഷണ മികവിനാണ് NIA SP ആയിരിക്കെ 2016-ൽ വിക്രമന് രാഷ്ട്രപതിയുടെ സുസ്ഥിര സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. 2008 ഓഗസ്റ്റ് 16-ന് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ 72 ലക്ഷം രൂപ കള്ളനോട്ട് പിടിച്ച കേസിൽ വിക്രമിന്റെ നേതൃത്വത്തിൽ NIA നടത്തിയ അന്വേഷണത്തിലാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ D കമ്പനി അംഗവും മുംബൈ സ്ഫോടന കേസിലെ പ്രതിയുമായ താഹിർ മർച്ചന്റ് എന്ന താഹിർ തക്ലിയാദാദയുടെ പങ്ക് പുറത്തു വന്നത്. ദുബായ് വഴി ഇന്ത്യയിലെത്തിച്ച ഇയാളെ കള്ളനോട്ട് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും അച്ചടിച്ച ദുബായ് വഴിയാണ് കള്ളനോട്ട് കേരളത്തിലേക്ക് എത്തിച്ചത്. കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്തിയ 1 കോടിയിലേറെ രൂപയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തിരുന്നു. പാക് ചാരസംഘടനയായ ISI പരിശീലനം ലഭിച്ച താഹിർ തക്ലിയാദാദ ISI ഏജന്റായും പ്രവർത്തിച്ചിരുന്നു. പാകിസ്ഥാനിലെ അഫ്ഗാൻ ബോർഡറിലെ ജയിലിൽ വെച്ചാണ് ISIയുടെ നേതൃത്വത്തിൽ കള്ളനോട്ടുകൾ അടിച്ച് ഇന്ത്യയുടെ സമ്പദ്ഘടന തകർക്കാൻ ഗൾഫ് രാജ്യങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ചാവക്കാട്ടുകാരനായ മുഹമ്മദ് റാഫിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ കൊഫേപേസ കേസിൽ പിടിയിലായ റാഫിക്കിന് കള്ളനോട്ട് സംഘവുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തിയതും വിക്രമിന്റെ നേതൃത്വത്തിലുള്ള NIA സംഘമാണ്.